സാമൂഹ്യ പൊതുമണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമായിട്ടുള്ള ദീർഘകാലം ഡൽഹിയിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി സെക്രട്ടറി ആയിട്ടും ഇപ്പോൾ നമ്മളുടെ കേരളത്തിൻ്റെ സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനായിട്ടും പ്രവർത്തിച്ചു വരുന്ന നമ്മളുടെ പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ പ്രിയ കവി ശ്രീ കെ സച്ചിദാനന്ദൻ അവർക്കാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ളവർ വരെ ഇവിടെ പൊമ്മർക്കടക്കം അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്. അപ്പോൾ വളരെയധികം ശിക്ഷ സമ്പത്ത് കൊണ്ടും എല്ലാം കൊണ്ടും മലയാള ഭാഷയ്ക്ക് ഒരു വരദാനമായി കിട്ടിയിട്ടുള്ള ശ്രീ സച്ചിദാനന്ദൻ മാഷ്ക്കാണ് ഈ അവാർഡ്. അദ്ദേഹം വളരെ നേരത്തെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ വരെ കണക്കിലെടുക്കാതെ വളരെ നേരത്തെ തന്നെ ഇത് സ്വീകരിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ പുണ്യോർക്കുളത്തിന് വേണ്ടി, ഈ നാലപ്പാടൻ സമിതിക്ക് വേണ്ടി, നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഈ അവാർഡ് നൽകുന്നതും അതോടൊപ്പം തന്നെ നാലപ്പാടന്റെ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നതും മലയാളത്തിന് ഏക സർവകലാശാലയുള്ളൂ. തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ പേരിലുള്ള തിരൂരിലുള്ള തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം സർവകലാശാല, അതിൻ്റെ വൈസ് ചാൻസലർ കൂടിയായിട്ടുള്ള ഡോക്ടർ ശ്രീ പ്രസാദ് അവർകളാണ്. അദ്ദേഹത്തെ സമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. സച്ചിദാനന്ദൻ മാഷിന്റെ കവിതകളെ കുറിച്ച് ഇവിടെ നമ്മോട് സംസാരിക്കുന്നത് പുന്നിയൂർക്കുളത്തോ ഈ വന്നേരി നാടിനോ ഒരു പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ അവർകളാണ്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കാൻ ഓരോ ആഴ്ചയിലും ഇവിടെ വരുന്നുണ്ടെങ്കിലും ഓരോ ആഴ്ചയിലും വ്യത്യസ്ത വിഷയങ്ങളെ സംബന്ധിച്ചും വ്യത്യസ്ത രീതിയിലും ഇവിടെ പ്രഭാഷണം ചെയ്യാൻ കഴിവുള്ള ആളാണ്. കവിയാണ്, സഞ്ചാര സാഹിത്യകാരനാണ്. അതോടെ തന്നെ സാഹിത്യത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ നമ്മളുടെ എല്ലാം ഈ വന്നേരി നാടിൻ്റെ അഭിമാനമായിട്ടുള്ള ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ സാറിനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യണം. കാരണം അദ്ദേഹത്തെ സ്വാഗതം ചെയ്യേണ്ട ഒരാളല്ല, അദ്ദേഹം നമ്മളിൽ ഈ നാലപ്പാടൻ സമിതിയുടെ മറ്റൊരു നെടുന്തൂണാണ്. അപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അദ്ദേഹം ഈ കവിയെ സച്ചിദാനന്ദൻ മാഷ് വളരെ വിശദമായി പിന്നെ അതോടൊപ്പം